GCC രാജ്യങ്ങൾ ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള അവധിയാണ് UAE മാനവ വിഭവശേഷി ഫെഡറൽ അതോറിറ്റി പ്രഖ്യാപിച്ചത്. ഷവ്വാൽ 1 മുതൽ 3 വരെയാണ് അവധി. ഷവ്വാൽ 4-ന് എല്ലാ ഓഫീസുകളും തുറന്നു പ്രവർത്തിക്കുമെന്നും അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതേസമയം റമളാൻ 30 ദിവസമുണ്ടെങ്കിൽ അവസാന ദിനം അവധിയായി കണക്കാക്കും. അതിനു പുറമെ ഷവ്വാലിൽ 3 ദിവസം അവധി നൽകുകയും ചെയ്യും. ഗൾഫ് രാജ്യങ്ങളിൽ മാർച്ച് 1 മുതലാണ് റമളാൻ ആരംഭിച്ചത്. 30 നോമ്പ് ലഭിക്കുകയാണെങ്കിൽ മാർച്ച് 31-നാകും ഈദുൽ ഫിത്തർ. സൗദി അറേബ്യയും കുവൈത്തും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഇത്തവണ നീണ്ട അവധിയാണ് ചെറിയ പെരുന്നാളിന് ലഭിക്കുക. മാർച്ച് 30 മുതൽ അവധി ആരംഭിക്കും. മാർച്ച് 28 വെള്ളിയാഴ്ചയും 29 ശനിയാഴ്ചയുമാണ്. ഈ 2 ദിവസം വാരാന്ത്യ അവധി ലഭിക്കുന്നതിനാൽ പെരുന്നാളിന് നീണ്ട അവധിയായി മാറും. ഏപ്രിൽ 2 ബുധനാഴ്ച വരെയാണ് പെരുന്നാൾ അവധി. വ്യാഴാഴ്ച ഓഫീസുകൾ തുറക്കും. വെള്ളിയാഴ്ച വീണ്ടും വാരാന്ത്യ അവധിയാകുമെന്നതും എടുത്തു പറയണം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സൗദിയിൽ ഈ വർഷം 4 ദിവസത്തെ അവധിയാണ് പെരുന്നാളിനോട് അനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വാരാന്ത്യ അവധി കൂടി ചേരുമ്പോൾ അവധി നീളും. അതേസമയം വിദ്യാർത്ഥികൾക്ക് മാർച്ച് 20 മുതൽ അവധി ആരംഭിക്കും. ഏപ്രിൽ 6-നാണ് ക്ലാസുകൾ വീണ്ടും തുടങ്ങുക. മാർച്ച് 30, 31 എന്നീ ദിവസങ്ങളിലാണ് GCC രാജ്യങ്ങൾ ഈദുൽ ഫിത്തർ പ്രതീക്ഷിക്കുന്നത്. ചന്ദ്രപ്പിറവി കാണുന്നതിന് അനുസരിച്ചാണ് ഇക്കാര്യം തീരുമാനിക്കുക. അതേസമയം കുവൈത്തിൽ 3 ദിവസത്തെ അവധിയാണ് സർക്കാർ ഓഫീസുകൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാർച്ച് 30 മുതൽ അവധി ആരംഭിക്കും. ഏപ്രിൽ 2-ന് എല്ലാ ഓഫീസുകളും തുറന്നു പ്രവർത്തിക്കും. വാരാന്ത്യ അവധിയായി വെള്ളിയും ശനിയും ലഭിക്കുന്നതിനാൽ മൊത്തം അവധി ദിനങ്ങൾ 5ആയി മാറും. മാർച്ച് 31-നാണ് പെരുന്നാൾ വരുന്നതെങ്കിലും 30 മുതൽ അവധി ആരംഭിക്കും. വെള്ളി, ശനി ദിവസങ്ങളിൽ വാരാന്ത്യ അവധിയാണ്. മാർച്ച് 29-ന് ശനിയാഴ്ച ചാന്ദ്ര നിരീക്ഷണ സമിതി ഒമാനിൽ യോഗം ചേരും. അന്ന് മാസം കണ്ടാൽ റമളാൻ 29 പൂർത്തിയാക്കി മാർച്ച് 30-ന് ചെറിയ പെരുന്നാൾ പ്രഖ്യാപിക്കും. 30, 31, ഏപ്രിൽ 1 എന്നീ ദിവസങ്ങളിൽ അവധിയായിരിക്കും. ഇതോടൊപ്പം വാരാന്ത്യ അവധി കൂടി ചേരുമ്പോൾ 5 ദിവസത്തെ അവധിയായി മാറും. അതേസമയം മാർച്ച് 29-ന് മാസപ്പിറവി കണ്ടില്ലെങ്കിൽ മാർച്ച് 30-ന് റമളാൻ 30 പൂർത്തിയാക്കി തൊട്ടടുത്ത ദിവസം പെരുന്നാളായിരിക്കും. 29-ന് ചന്ദ്രക്കല കണ്ടാൽ ജോർജിയൻ കലണ്ടർ പ്രകാരം പെരുന്നാൾ 30-നായിരിക്കും. അതുവഴി സർക്കാർ ജീവനക്കാർക്ക് ഏപ്രിൽ 1 വരെ പെരുന്നാൾ അവധി ലഭിക്കും. ഇതിന്റെ ഫലമായി 29 മുതൽ ഏപ്രിൽ 1 വരെ 4 ദിവസത്തെ അവധിയും ലഭിക്കും. അതേസമയം പൊതു സ്വകാര്യ മേഖലയിൽ ഒരേ അവധിയാണെങ്കിലും ഇപ്പോൾ പ്രഖ്യാപിച്ചത് സർക്കാർ മേഖലയിൽ മാത്രമാണ്. UAE-യിലെ പൊതു സ്വകാര്യ മേഖലകളിലെ അവധികൾ ഏകീകരിച്ചിട്ടുള്ളതിനാൽ സ്വകാര്യ മേഖലയിലും ഇതേ ദിവസമായിരിക്കും അവധി. പണം ഞങ്ങൾ തരും.